ഹലോ മുത്തുമണീസ്, അസ്സലാമു അലൈക്കും. ഡച്ചസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായി നമ്മളെ ചാനലിലെ വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കേട്ടോ. വേറൊന്നല്ല, നമുക്ക് വീട്ടിലെല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോസുകളൊന്നും എടുക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം അറിയാമല്ലോ, മഴയൊക്കെ പെയ്ത് തണുപ്പായി കഴിഞ്ഞാൽ നമുക്ക് എണീക്കാനൊക്കെ ഒരു മടിയല്ലേ. അപ്പോൾ ഇപ്പോൾ മമ്മൂസിനും മുന്നാസിനും മദ്രസ സ്റ്റാർട്ട് ചെയ്ത കാരണം രണ്ടുപേർക്കും രണ്ട് ടൈമിങ്ങിനാണ് കേട്ടോ മദ്രസ. ചെറിയ ആൾക്ക് 7:30-ക്കും അതുപോലെ തന്നെ മമ്മൂസിന് 9:30-ക്കും ആണ് കേട്ടോ മദ്രസ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ അവരെ പറഞ്ഞയക്കുന്ന സമയത്ത്. മറ്റേ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാൻ രണ്ടുപേരെയും കൂടി ഒരുമിച്ചല്ലേ കൊണ്ടുവന്നാക്കാറ്. അപ്പോൾ ഇപ്പോൾ മുന്നാനെ ഞാൻ കൊണ്ടുവന്നാക്കും. മമ്മൂസ് 9:30 ആകുമ്പോൾ തന്നെ സൈക്കിളിലാണ് കേട്ടോ പോകുന്നത്. നമ്മൾ സൈക്കിളൊക്കെ മേടിച്ച വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവനിപ്പോൾ തന്നെയാണ് കേട്ടോ പോണതും വരണതൊക്കെ. അപ്പോൾ ഞാനിന്ന് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ മാവ് ഉണ്ടായിരുന്നു ഓൾറെഡി അരച്ചത്. പക്ഷെ അത് ഉണ്ടാക്കുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല, കട്ട ഫ്ലോപ്പായിരുന്നു കേട്ടോ. ദോശ അങ്ങനെ ശരിയായി വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ മുന്നാക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം അവനിക്ക് നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനവനും മാത്രമേ ഉള്ളൂ. മമ്മൂസ് വരുമ്പോൾ ഇനി എന്തായാലും 11:30 ആവും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഞങ്ങളിത് ഈ നൂഡിൽസ് ഉണ്ടാക്കണ കുറച്ച് തിരക്കിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 9:30 കഴിഞ്ഞു കേട്ടോ. കാരണം മുന്നാക്ക് 7:30 മുതൽ 9 മണി വരെയാണ് മദ്രസ. അപ്പോൾ 9 മണിക്ക് ഞാൻ മദ്രസ കഴിഞ്ഞപ്പോൾ അവനെ കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല, ഫ്ലോപ്പായി പോയി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വിശന്നിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് നൂഡിൽസ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ സാധാരണ രീതിയിൽ തന്നെയാണ് കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. വേറെ വെജിറ്റബിൾസ് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ ആഡ് ചെയ്യാറില്ല. ആകെ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് പച്ചമുളക് ഇടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തക്കാളി ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതേ നമ്മളെ നൂഡിൽസ് ഏകദേശമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പുറത്തെ ചായക്കുള്ള പാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. മുന്നേ കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും അവൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാനും ഇടയ്ക്കിട്ടേ ചായ കുടിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് ചായ വെറുതെ അങ്ങനെ കുടിക്കുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഇഞ്ചി കഷ്ണം കൂടി ഫ്ലേവറിന് വേണ്ടിയിട്ട് ചതച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ ചായ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചായയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാനും മുന്നേയും കൂടി ഇരുന്നിട്ട് നൂഡിൽസ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി പണിയുണ്ട് കേട്ടോ. നമ്മൾ സൺഡേ ആണെന്ന് വിചാരിച്ച് മടി പിടിച്ച് രാവിലെ ഇരുന്നിട്ടൊരു കാര്യമില്ല. നമുക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതായത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം. അതുപോലെ തന്നെ നമുക്ക് കുറേ പാത്രങ്ങൾ വാഷാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കണം. എനിക്ക് സത്യത്തിലുണ്ടല്ലോ 2-3 ദിവസം ഉമ്മിച്ചി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഉമ്മി ഉണ്ടായിരുന്നപ്പോൾ നമ്മളൊന്നും അറിയണ്ടായിരുന്നില്ല. ഉമ്മി തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മി ഇന്നലെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷമവും കാര്യങ്ങളും എനിക്കുണ്ട് കേട്ടോ. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് വീട്ടിൽ ഉമ്മിയുള്ള കാരണം ഉമ്മി തന്നെ എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് പറമ്പിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളെ പറമ്പിൽ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. പക്ഷെ ഉമ്മി വന്നപ്പോൾ കാടൊക്കെ കുറേയൊക്കെ നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പ്ലാവിൽ ഇതേ ആദ്യമായിട്ടൊരു ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ വേസ്റ്റ് കളയാൻ വേണ്ടി വന്നപ്പോഴാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മി വന്നാൽ നമുക്ക് അങ്ങനെയാണ് കേട്ടോ, നല്ല ഇതാണ്. കാരണം ഒന്നും അറിയണ്ട, ഉമ്മി തന്നെ എല്ലാവരും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മളൊരു പപ്പായയും ഏകദേശം പഴുപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറമ്പിലേക്ക് കയറുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കയറാറൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നപ്പോൾ കയറിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ മുറ്റത്തെ പുല്ലും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉമ്മി വന്നപ്പോൾ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് സത്യത്തിൽ പുല്ല് പറിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഉമ്മ വേഗം അതൊക്കെ ക്ലീനാക്കി നമ്മളെ ചെടിച്ചട്ടികളൊക്കെ നല്ല രീതിയിൽ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം വാഷിംഗ് മെഷീനിൽ വാഷിംഗ് കഴിഞ്ഞിട്ട് തുണികളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് എടുക്കാൻ കേട്ടോ. ഇപ്പോഴും മഴ പെയ്തതിൻ്റെ നല്ല വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ചെറിയ വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഉണങ്ങിയ തുണികളല്ലേ, ഒന്നുകൂടി വെയിലത്തിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേഗം ബെഡ്ഷീറ്റിൽ നിന്ന് തുണികൾ എടുക്കുന്നത്. ഇനി തുണികളൊക്കെ വിരിച്ചിട്ടിട്ട് വേണം നമുക്ക് മുറ്റടിക്കാനും കാര്യങ്ങളുണ്ട്. കാരണം ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇനി മുറ്റടിക്കണം. അടുത്ത മഴ വരുന്നേക്കാളും മുന്നേ മുറ്റൊക്കെ അടിച്ച് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ തുണികൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ. പിന്നെ നമുക്ക് അടുക്കളയിൽ പോയിട്ട് നമ്മളെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ആണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ബിരിയാണി വെക്കാനുള്ള മെയിൻ കാരണം മുന്നെയാണ് കേട്ടോ. മുന്നേ കുറേ ദിവസമായി ബിരിയാണി കഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ദിവസം മന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന്. അപ്പോൾ അങ്ങനെ മന്തി നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ
വേഗം തുണിയൊക്കെ വിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ബിരിയാണിയിലേക്കുള്ളതും അതുപോലെ തന്നെ ചിക്കനിലേക്കുള്ള എല്ലാ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി എല്ലാ സംഭവങ്ങളും ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലീനാക്കി വെക്കണ സമയത്ത് പെട്ടെന്നാണ് ഞാൻ കറിവേപ്പില ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ നമ്മളുടെ നാട്ടിലൊന്നും അങ്ങനെ കറിവേപ്പില കടയിൽ നിന്നൊന്നും ആരും അങ്ങനെ മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ മിക്ക വീടുകളിലും കറിവേപ്പിൻ്റെ മരമുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിലുണ്ട്, പക്ഷേ ചെറുതാട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തുനിന്ന് അങ്ങനെ ഇല്ലാത്തപ്പോൾ മാത്രം പോയിട്ട് ഞാൻ പൊട്ടിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളെ വീടിൻ്റെ കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ആൻറ്റിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും കറിവേപ്പില പൊട്ടിക്കാറ്. അപ്പം ഞാൻ വേഗം പോയിട്ട് വേപ്പില പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ബിരിയാണിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ വേപ്പില എന്നുള്ളതല്ലേ. ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും അത് വേണം. അപ്പം ഞാൻ വേഗം പോയിട്ട് വേപ്പില പൊട്ടിക്കാൻ ഞാനും മുന്നേ കൂടിയാട്ടോ പോയത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വരണ്ട, ഞാൻ പോയിട്ട് പൊട്ടിച്ചിട്ട് വരാമെന്ന്. പക്ഷേ അവന് തന്നെയൊക്കെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനും മുന്നേ കൂടിയും പോയിട്ട് വേപ്പില പൊട്ടിച്ചിട്ട് വരുന്നതാണ് കാണുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ് കേട്ടോ. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയില്ലല്ലോ എന്തോരം കെമിക്കൽ. കാരണം എല്ലാത്തിലും എന്താ പറയുന്നത് വിഷം അടിച്ചിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നത്. അപ്പം നമ്മളെ നാട്ടിൽ വിഷമില്ലാത്ത എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ് നമ്മളുടെ ഫുഡിനകത്ത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്തും കൂടുതൽ ആളുകൾ അവരെ വീടുകളിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അവരുടെ വീട്ടിലേക്കുള്ള ഫുഡായാലും കാര്യങ്ങളായാലും ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വേപ്പില പൊട്ടിച്ച് വന്നപ്പോഴേക്കും മമ്മൂസ് മദ്രസ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ സമയം നോക്കിയപ്പോൾ ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഇപ്പോഴും നമ്മളെ ബിരിയാണിയുടെ കാര്യങ്ങളൊന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിച്ചു കേട്ടോ. കാരണം കുളിച്ചിട്ട് വേണം എന്തായാലും ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോന്നിട്ട് ബെഡും കാര്യങ്ങളൊന്നും ശരിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ടു. എനിക്ക് വേറെ എവിടെ വൃത്തിയില്ലാണ്ട് കിടന്നാലും വലിയ എന്താ പറയുന്നത് കുഴപ്പമില്ല എന്നല്ല, പക്ഷെ എനിക്ക് ബെഡ്റൂം എപ്പോഴും നീറ്റായിട്ട് കിടന്നില്ലെങ്കിൽ എന്തോ പോലെയാണ് കേട്ടോ. എനിക്ക് ബെഡ്റൂം എപ്പോഴും നല്ല നീറ്റായിട്ടും ക്ലീനായിട്ടും കിടക്കണം കേട്ടോ. അപ്പം ഞാൻ വേഗം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ അടിച്ചും കൂടി വാരി കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള എല്ലാ ജോലികളും കഴിഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയിൽ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കുളിച്ചു, അലക്കിയത് വിരിച്ചു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കഴിഞ്ഞു. ഇനി ഈ വീടിൻ്റെ ഉള്ളും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ബിരിയാണിയുടെ പണികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് നിന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും തുടയ്ക്കണമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഇന്നലെ നൈറ്റ് നല്ല രീതിയിൽ ഇവർ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തുടച്ചൊക്കെ ഇട്ടതാണ്. കാരണം ഇവരുള്ളപ്പോഴുണ്ടല്ലോ നമുക്ക് കറക്റ്റായിട്ട് തുടയ്ക്കാനൊന്നും പറ്റില്ല. ഇവർ മുറ്റത്തുനിന്ന് കയറി വന്ന് വീണ്ടും അത് ചെളിപിളിയൊക്കെ ആകും കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഇവർ ഉറങ്ങുന്ന സമയത്താണ് വീട് തുടയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീടൊക്കെ നല്ലോണം തുടച്ചിട്ട കാരണം ഇന്ന് രാവിലെ ഞാൻ വെറുതെ അടിച്ചു വാരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീടൊക്കെ അടിച്ചൊക്കെ വാരി കഴിഞ്ഞു. ഇനി നമ്മളുടെ അടുത്ത ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തായാലും കിച്ചണിൽ പോയിട്ട് നമ്മളുടെ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണോ ബിരിയാണി കറക്റ്റായിട്ട് ഉണ്ടാക്കണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരാറുണ്ട് കേട്ടോ ബിരിയാണിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മടി വരാനുള്ള ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ജോലി റിസൈൻ ചെയ്ത കാര്യം ഞാൻ മുന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ തൃശ്ശൂർ ജോലിക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മളെ ജോലികൾ കാര്യങ്ങളൊക്കെ തീർക്കണം കേട്ടോ. ഇപ്പം നമ്മൾ പിന്നെ വർക്ക് ചെയ്യണം നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 10 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അതിൻ്റെ കുറച്ച് മടിയും കാര്യങ്ങളുണ്ട് കേട്ടോ. എൻ്റെ ഡെയിലി റൂട്ടീനിലൊക്കെ അങ്ങനെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മഴക്കാലം വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ. നമ്മൾ തുണി വിരിച്ചിടും, അപ്പം തന്നെ മഴ ചാറും, പിന്നെ അതെടുക്കണം. അപ്പോൾ ഞാൻ തുണി വിരിച്ചിട്ടിട്ട് ഒന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഉണങ്ങി വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ. അപ്പം ഞാൻ പിന്നെ തുണികളൊക്കെ വേഗം അവിടെ നിന്ന് എടുത്തു. കാരണം നല്ല മഴക്കാര് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തുണികളൊക്കെ വേഗം അതെടുത്തിട്ട് അകത്ത് കൊണ്ടുവന്നിട്ട് ഇട്ടു കേട്ടോ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പുറത്ത് തുണികൾ വിരിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് സ്പേസ് ഇല്ല കേട്ടോ. 2 ദിവസമൊക്കെ മഴ നല്ല രീതിയിൽ അടുപ്പിച്ച് പെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുണികൾ വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് അപ്പം ഉണങ്ങി കിട്ടുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ബിരിയാണിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം മുന്നേ അപ്പുറത്ത് നിന്നിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. നമ്മളുടെ അടുക്കളേൻ്റെ ജനലുണ്ട് കേട്ടോ സൈഡിൽ. അപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് പറയണത് വേറെ ഒന്നല്ല കേട്ടോ, നമ്മളുടെ മറ്റേ സിനിമയിൽ കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാണ് ആ സംഭവമാണ് കേട്ടോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പാട്ട് പാടിയിട്ട് ആകെ അവനതൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോവാൻ കേട്ടോ. അപ്പോൾ ആളുണ്ടെങ്കിൽ നല്ല തമാശയാണ്, പക്ഷേ എപ്പോഴും നല്ല വെറുപ്പിക്കില്ല കേട്ടോ. ഞാൻ വിചാരിക്കും ഈ സ്കൂളൊക്കെ എന്തിനാണ് ഇത്രയും ദിവസം പൂട്ടണേ എന്നുള്ളത് കേട്ടോ. 2 പേരും അത്ര നല്ല ഇടിയാണ് കേട്ടോ. കാരണം
നമുക്ക് എത്ര സംസാരിച്ചിട്ട് അവരുടെ തീർക്കാനും പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ല തല്ലെടുത്താണ് രണ്ടുപേരും കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഞാനപ്പോഴേക്കും നമ്മളെ ബിരിയാണിയുടെ ഞാൻ തിളപ്പിച്ചിട്ട് ഊറ്റിയിട്ടാണ് എടുക്കുന്നത്, വറ്റിച്ചല്ല എടുക്കണേ. അപ്പോൾ ഞാൻ ബിരിയാണിയിലേക്കുള്ള അരിയിലേക്കുള്ള എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും അത് തിളക്കട്ടെ കേട്ടോ. തിളച്ച് നമുക്ക് വെന്ത് കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ. പക്ഷേ എനിക്ക് അങ്ങനെ എന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ ബിരിയാണിനോട് വലിയ ഇഷ്ടം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നെയ്ച്ചോറ് ഇഷ്ടമാണ്. പിന്നെ എനിക്കിപ്പോൾ കുറച്ച് നാളായിട്ട് ഏറ്റവും ഇഷ്ടം മന്തിയാണ് കേട്ടോ. മന്തിയാണെങ്കിൽ ഉണ്ടാക്കാനും നമുക്ക് പെട്ടെന്ന് കഴിയുമല്ലോ, കാരണം ഇത്രയും സവോള കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണതാണ് മന്തി. അപ്പം മമ്മൂസിന് എനിക്ക് മന്തിയാണ് ഇഷ്ടം. പിന്നെ മുന്നേ എന്തായാലും ബിരിയാണി വെക്കണം എന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ ഉണ്ടാക്കണതാണ് ഞാനിന്ന്. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കുമോ ചോദിച്ചാൽ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷെ അത്ര വലിയ താല്പര്യം ഇല്ലാന്നേ ഉള്ളൂ. അപ്പം ഞാൻ വേഗം ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ക്രിസ്പിനെസ് ആയിട്ടൊന്നും വറുത്തെടുക്കുന്നില്ല കേട്ടോ. ഒരു പകുതി വേവിലാണ് നമ്മൾ ചിക്കനൊക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ മമ്മൂസ് വന്നു. മമ്മൂസ് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അവനിക്കിങ്ങനെ എന്താ പറയുന്നത്, കൂട്ടുകാരൊക്കെ ഒത്ത് കളിക്കണതല്ല ആളുടെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ആൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പുതിയത് ഓരോന്ന് ഉണ്ടാക്കാനും ഓരോന്നിന്ന് കേടായ കാര്യങ്ങളത് റിപ്പയർ ചെയ്യാനും അങ്ങനത്തെ ഒക്കെ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ എന്തോ ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തിച്ചുകൊണ്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനങ്ങനെ അത് കഴിഞ്ഞിട്ട് അവനും അങ്ങോട്ട് പോയി. രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ നടുവിലുണ്ടാവും കേട്ടോ. രണ്ടുപേരും നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും നമ്മളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ അതൊരു രസമാണ് കേട്ടോ. ഇവർ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നപ്പോഴാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇക്ക രാവിലെ പോയി പിള്ളേരും ഇല്ലെങ്കിൽ നമ്മൾ വീട് മൊത്തം ഉറങ്ങിയ പോലെയായിരുന്നു കേട്ടോ. അവർക്ക് വയ്യാണ്ടാവുമ്പോഴും സെയിം ഫീൽ തന്നെയാണ് കേട്ടോ. അവർക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഇടി കൂടിക്കഴിഞ്ഞാലും അവരെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കണതല്ല അൽഹംദുലില്ലാ നമുക്കിഷ്ടം. അപ്പം ഞാൻ നേരത്തെ നമ്മളുടെ സെർലാസിലേക്കുള്ള സവോളയും തക്കാളിയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാവരും ഞാൻ നേരത്തെ തന്നെ ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് തിരുമ്മിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആവും. ദെൻ അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് തൈര് ഒഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മളുടെ സൈഡായിട്ടുള്ള സെർലാസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെർലാസ് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ കട വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് ആദ്യം അത് കേൾക്കുമ്പോൾ സെർലാസോ അതെന്താണ് അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അതായത് കൊടുങ്ങല്ലൂർ ആ ഭാഗത്ത് ഞാൻ കേട്ടിട്ടുള്ളത് കച്ചമ്പർ എന്നാണ് കേട്ടോ. അപ്പോൾ കച്ചമ്പറിന്ന് സെർലാസിലേക്ക് ഉള്ള ആ ഒരു പേരിൻ്റെ കൗതുകം ഞാൻ കുറേ നാൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എന്താണല്ലേ അങ്ങനെ പറയണേന്നുള്ളത് കേട്ടോ. അപ്പോഴേക്കെന്തേ നമ്മൾ ചിക്കനൊക്കെ ഞാൻ വറുത്ത് കഴിഞ്ഞിട്ട് ചിക്കൻ്റെ ആ വറുത്ത ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ സവോള കാര്യങ്ങളൊക്കെ ചിക്കൻ കറിയിലേക്ക് വഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ സവോള നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വാടിക്കിട്ടണം കേട്ടോ. പകുതി വേവൊന്നും പോരാ, നല്ല രീതിയിൽ തന്നെ സവോള വഴിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിനകത്തേക്കുള്ള പൊടികൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ബിരിയാണിയാണ്. നമുക്ക് പെട്ടെന്ന് മക്കളൊക്കെ പറയുമ്പോൾ തട്ടിക്കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കണതുകൊണ്ട് ടേസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സവോള കാര്യങ്ങളൊക്കെ നല്ലോണം വഴറ്റി വന്നു. നമ്മളെ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഒരു ഗ്രേവി ഒന്ന് ലൂസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കണം ചിക്കനും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ആ ചിക്കൻ പീസിലേക്കൊക്കെ നമ്മൾ ഈ ഒരു ഗ്രേവി നല്ലോണം പിടിക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് നമ്മൾ ആ ഒരു ചിക്കൻ കറി നല്ല കംപ്ലീറ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ചിക്കൻ്റെ പീസുകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പീസുകളാണ്. പിന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഈ ചിക്കൻ കറി ബീഫ് കറിയൊക്കെ എന്താണ് ചട്ടിയിൽ വെക്കണേന്നുള്ളത് കേട്ടോ. അതെനിക്കറിയില്ല കേട്ടോ. എനിക്ക് വേറെ ഏത് പാത്രത്തിൽ വെച്ചാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറില്ല കേട്ടോ. എനിക്ക് ചിക്കനും ബീഫും അങ്ങനത്തെ എല്ലാ കറികളും എനിക്ക് മൺകലത്തിൽ വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനത്തെ കറികൾ മാത്രമല്ല, എനിക്ക് മൺപാത്രങ്ങളോട് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ട് കേട്ടോ. ഞാൻ എവിടെ കണ്ടു കഴിഞ്ഞാലും കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന കുറച്ച് ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരെണ്ണം തന്നെയാണ് കേട്ടോ മൺപാത്രങ്ങൾ എന്നുള്ളത്. മൺപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി എല്ലാവരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പണ്ട് പോയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അവിടെ അവർ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് കഴിക്കുന്ന പ്ലേറ്റ് അടക്കം മണ്ണിൻ്റെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അന്ന് മുതൽ എനിക്ക് നമ്മളെ വീട്ടിലും അതെന്താണ് പ്രാക്ടിക്കലാക്കി കൂടാ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നമുക്കത് സാധിച്ചിട്ടില്ല. കംപ്ലീറ്റ്ലി ഒരു പഴയ ഒരു നമ്മളെ തലമുറയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയുള്ള ജീവിതത്തിൽ നമ്മളത് പതുക്കെ നമ്മളെ മൺപാത്രങ്ങൾ നമ്മളെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളതിനകത്തേക്ക് മാറുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയപ്പോൾ ഞാൻ ദമ്മും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മളെ മുന്നക്കുട്ടനാണ് കേട്ടോ ഇന്ന് ബിരിയാണി എല്ലാവർക്കും സെർവ് ചെയ്ത് തരുന്നത്. അങ്ങനെ ഞങ്ങളിതേ സൈഡിലൊരു മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നമ്മളെ സൺഡേ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ടാറ്റാ ബൈ.